ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു കേക്ക് വന്നിട്ട് 1 kg വെയിറ്റ് ആണ് കേട്ടോ ടോട്ടലി വന്നിട്ടുണ്ടായിരുന്നത്. 1 kg എന്ന് പറയുന്നത് കസ്റ്റമർ 1 kg ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഫുള്ള് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ 1 300-നകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കേക്കിലും അങ്ങനെ തന്നെയാണ്. 1 കിലോ പറഞ്ഞാൽ 1 300 കാണും. 1.5-കകത്ത് വരെ കൊടുത്തിട്ടുള്ള കേക്കുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളത്തെ കസ്റ്റമർ കുറച്ച് പരത്തിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ 10 ഇഞ്ച് മോൾഡിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതലേ ഈ ഒരു കേക്കിന് പണിയാണ് കേട്ടോ കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു കേക്ക് ഓർഡർ കിട്ടുന്നത് തന്നെ ഉച്ച സമയത്താണ് കേട്ടോ. കാരണം വൈകുന്നേരമാണ് കസ്റ്റമറിന് കേക്ക് വേണ്ടത്. 6 മണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം 5 മണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു 5 മണിക്ക് കേക്ക് തരാം, പക്ഷേ സെറ്റ് ആവില്ല, അതുകൊണ്ട് ഒരു 6 മണിക്കകത്ത് വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡറൊക്കെ കൺഫേം ചെയ്തു. ഉച്ചയ്ക്ക് ഞാൻ 1:30-ക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലൊക്കെ ചെന്നിട്ട് 2 മണി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ എൻ്റെ ഓവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കേക്ക് ഒരു തരത്തിലും ബേക്കായി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ലെയർ കുറച്ചിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബേക്കായിട്ട് വരുന്നതാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ക്രീം ബീറ്റ് ചെയ്യലും ഷുഗർ സിറപ്പ് ആക്കലും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കേക്ക് ബേക്കായി 2 ലെയർ ആകെ. പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഒറ്റ വട്ടം ഒന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് പിന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വർക്ക്. പിന്നെ കസ്റ്റമറുടെ ഡിസൈനൊന്നും നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, കാരണം അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കേക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ നമ്മൾ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ടോപ്പൊന്ന് ഫിനിഷ് ആവാനുള്ളൊരു ടൈമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി നമുക്ക് മുകളൊക്കെ ലെവലാക്കാൻ ഒരു പ്രയാസമുള്ള സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ലേസർ പ്രിൻ്റൊക്കെ നമ്മൾ എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് കൊണ്ട് അതൊക്കെ വെച്ചിട്ട് ഈ ഒരു കേക്ക് നല്ല ക്യൂട്ടായിട്ട് ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഹണി തീമിലുള്ള ഒരു പ്രിൻ്റ് എടുത്ത സമയത്ത് എക്സ്ട്രാ കുറച്ചും കൂടെ പ്രിൻറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ എമർജൻസി ആയിട്ടൊക്കെ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒട്ടും ഹൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ, കാരണം 2 ലെയറിൽ നല്ല പരത്തിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു ഹണി തീം കേക്കിൻ്റേത് ഒരു യെല്ലോ കളറിലാണ് കേട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രീമും യെല്ലോ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ സൈഡിലൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള ക്രീം വർക്കൊന്നും കൊടുത്തില്ല കേട്ടോ, കാരണം ഇപ്പോൾ തന്നെ അവർ നല്ലൊരു വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്രീം വർക്കും കൂടെ കുറച്ച് നല്ലതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ, കാരണം നമ്മൾ 1 kg പ്രൈസാണ് മേടിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും അതിനകത്ത് എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എത്ര പരത്തിട്ട് ചെയ്താലും ആ ഒരു റേറ്റിലാണ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് കൂടിയെന്നും പറഞ്ഞിട്ട് ഒന്നും നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും മേടിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലൊരു സിമ്പിളായിട്ട് താഴെ ബോർഡും ആ ഒരു സെയിം നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ് ഡിസൈൻ പോലെ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ പ്രിൻ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്കിൽ മാറ്ററും കൂടെ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് കളറിലെ ഷുഗർ ബോൾസും കൂടി ആ ഒരു ബോർഡറിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഒരു യെല്ലോ കളർ ആയതുകൊണ്ടാണ് ബോർഡർ യെല്ലോ കളറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്ക് ഇത്രത്തോളം ആക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം 2 മണിക്കാണ് ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 5 മണിക്ക് ജോലിക്ക് കയറണം. അതിന് മുന്നേ ഞാൻ കസ്റ്റമർക്ക് 5 മണിക്ക് എത്തിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി അവരുടെ അടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 4 മണി കഴിഞ്ഞപ്പോഴത്തേന് ഫ്രീസറിലോട്ട് കയറ്റി അതൊന്ന് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ബാക്കി പിന്നെ അവർ വെച്ചിരുന്നാലും മതിയല്ലോ. കസ്റ്റമർക്ക് പിന്നെ നമ്മൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ രാത്രി എങ്ങാണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള കുട്ടി കുട്ടി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എന്നും ഡെയിലി വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഓരോരോ കാര്യങ്ങളും തിരക്കുകളായിട്ടൊക്കെ വീഡിയോസ് ഡിലേ ആവുന്നതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോകണം, മക്കളെ കാര്യങ്ങൾ അവരെ സ്കൂളിൽ വിടണം, അതെല്ലാം കൂടെ ആയിട്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.